തീർച്ചയായിട്ടും ഈ മേപ്പാടി കമ്മ്യൂണിറ്റി സെന്ററിലാണ് ഈ മൃതദേഹങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. സാധാരണ കമ്മ്യൂണിറ്റി സെന്റർ വളരെ സന്തോഷമുള്ള ഓരോ ആഘോഷ പരിപാടികൾ നടത്തുന്ന സ്ഥലമാണ്. പക്ഷേ ഇന്ന് എത്രമാത്രം മൃതദേഹങ്ങളാൽ നിറഞ്ഞിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ മാത്രം ഇവിടെ ഏകദേശം 20-ലധികം മൃതദേഹങ്ങൾ ഈ കമ്മ്യൂണിറ്റി സെന്ററിനകത്തുണ്ട്. അത് തിരഞ്ഞുകൊണ്ട് ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. നമ്മൾ രാവിലെ വരുമ്പോൾ പലരും വളരെ വിഷമം കൊണ്ട് എൻ്റെ ബന്ധുക്കളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു വരികയാണ്. അതിൽ ഒരു സ്ത്രീ, അവർ മൈസൂരിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ്. അവരുടെ സഹോദരിയെ കാണാനില്ല, സഹോദരിക്കൊപ്പം തന്നെ 11 പേർ, ആ കുടുംബത്തിലെ 11 പേരെ കാണാനില്ല എന്ന് പറഞ്ഞ് വന്ന ആളുകളെ കണ്ടു. വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ അവരുടെ സങ്കടം കേട്ടത്. അതോടൊപ്പം എൻ്റെ സഹോദരനെ കാണാനില്ല, എൻ്റെ മകളെ കാണാനില്ല. ഞാൻ ചൂരൽമലയിലുള്ള ആളായിരുന്നു. മലവെള്ളം വരുന്നത് കണ്ട് ഞാൻ ഓടി മാറി രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ മകളെ കാണാനില്ല, മകളെ അന്വേഷിച്ച് വരുന്ന ആളുകൾ. അങ്ങനെ നിരവധി പേർ, പലരും. ഒരു മുത്തശ്ശിയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. അവരോട് നമുക്ക് പ്രതികരണം എടുക്കാൻ കഴിയില്ല. അവരെ കണ്ട് അവരോട് സംസാരിച്ചപ്പോൾ വളരെയധികം വിഷമം തോന്നിയൊരു കാര്യം, അവരുടെ കുടുംബത്തിലെ മറ്റെല്ലാവരും മരിച്ച ഒരു സ്ഥിതിയിലാണ്, അല്ലെങ്കിൽ അവരെ കാണാനില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയിലാണ് അവർ വരുന്നത്. അവർ ഇവിടെയും വന്ന് ഓരോരുത്തരെ അന്വേഷിച്ച് നോക്കുകയാണ്. ഇവിടെ കാണുന്നില്ല, അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ അപ്പോഴും പലരും പ്രതീക്ഷയോടുകൂടിയ തന്നെ ആദ്യം ഈ ചികിത്സയിലിരിക്കുന്നവരെ കാണാനാണ് പോകുന്നത്. പക്ഷേ അവിടെ പരിക്കേറ്റവരിലൊന്നും തങ്ങളുടെ ബന്ധുക്കളില്ല എന്നറിയുമ്പോൾ ആവലാതിപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വരും. അതിനുശേഷം ഏറ്റവും വേദന ഉളവാക്കിയ കാര്യം എന്ന് പറയുന്നത്, ഇതിനിടയിലൊക്കെ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് തങ്ങളുടെ ബന്ധുക്കളുണ്ട്, അവരുടെ മൃതദേഹങ്ങൾ അവിടെ ഉണ്ടോ എന്നൊക്കെ ആശങ്കപ്പെട്ട് നമ്മളോടൊക്കെ പ്രതികരണം പറയുന്നത് കണ്ടു. നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഏകദേശം 10 ആംബുലൻസുകൾ ഇങ്ങനെ കൂട്ടത്തോടു കൂടി വന്നപ്പോൾ ഓടുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഇവിടെ ഒരു 100-ലധികം അല്ലെങ്കിൽ 200-ലധികം ആളുകളുണ്ട്, ബന്ധുക്കളുണ്ട്. അവരെല്ലാം ഈ ആംബുലൻസിന് പിന്നാലെ ഓടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം തങ്ങളുടെ ഉറ്റവർക്കും ബന്ധുക്കൾക്കും എന്ത് പറ്റിയെന്നറിയാതെ ഇങ്ങനെ അലഞ്ഞു തിരിയുക, അല്ലെങ്കിൽ അലയുക, പല സ്ഥലങ്ങളിൽ നോക്കുക, ഓരോ സ്ഥലങ്ങളിൽ ഓരോ ആശുപത്രികൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിലൂടെയൊക്കെ നോക്കുക. തങ്ങളുടെ ബന്ധുക്കളെ ആരും ഇവിടെയൊന്നുമില്ല, കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവസാനം മോർച്ചറിയിലേക്ക് ഏറ്റവും മനസ്സ് വിഷമിച്ചുകൊണ്ട് ഇവിടേക്ക് വരിക. തകർന്ന മനസ്സുമായാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ടും ഇവിടെയും വിവരമില്ലാതെ മടങ്ങുന്ന ഒരുപാട് പേരെ കണ്ടു. അപ്പോൾ നമുക്ക് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും പേരാണ് ഉള്ളതെങ്കിൽ ഇന്ന് ഒരു നിരവധി പേർ തങ്ങളുടെ ബന്ധുക്കളെ എങ്ങും കാണാതെ ഇവിടെ നിന്ന് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ നിരവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം പേർ അത് കാണാതെ, എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെയും പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി, അവരൊക്കെ അപകടത്തിൽപ്പെട്ടവരാണ്, അവരുടെ ബന്ധുക്കളൊക്കെ അപകടത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരെയൊക്കെ ഇനിയും കണ്ടെത്താനുണ്ട്. ഒരുപക്ഷെ അവർ ഏതെങ്കിലും തരത്തിൽ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ മറ്റ് മണ്ണിൽ പുതഞ്ഞു കിടക്കുകയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും. ഏതായാലും അവരെയൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഫോൺ വാങ്ങി ഞങ്ങളെ വിളിക്കില്ലേ, അപ്പോൾ ഒരുപക്ഷെ കാണാൻ കഴിയുന്നുണ്ടാകില്ല എന്നുള്ള, ഇനി ഒരിക്കലും കണ്ടുകിട്ടില്ലായിരിക്കാം എന്നുള്ള വിഷമങ്ങളൊക്കെ നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളോട് പറയുകയാണ്. പറഞ്ഞ് പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് പല മനുഷ്യരും എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതെ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നിൽക്കുകയാണ്. അവർക്ക് സംസാരിക്കാൻ വാക്കുകളില്ല, അവർക്ക് കരയാൻ കണ്ണുനീര് പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം.